നമുക്ക് തമിഴ്നാട്ടിലെ ഒരു മനസാക്ഷിയെ മരവിച്ച പോലീസ് സംഘത്തിന്റെ ഒരു പ്രസ് മീറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മെയ് 21 കോയമ്പത്തൂരിലെ സുളൂർ എന്ന ഗ്രാമത്തില് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ട് നിന്ന ഒരു കുഞ്ഞു കുട്ടീനെ മിഠായി കാണിച്ച് വശീകരിച്ച് കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗത്തിന് ഇരയാക്കി ആ കുട്ടിയുടെ മുടി കൊണ്ട് തന്നെ ആ കുട്ടിയുടെ കഴുത്ത് നെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു രണ്ട് നരാധമന്മാർ. ഈ ഒരു കേസ് വിശദീകരിക്കാനായിട്ട്, അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ഒരു കേസിന്റെ ഇത്രയും ആഴം വിശദീകരിക്കാനായിട്ട് കുറച്ച് പോലീസുകാർ പ്രസ് മീറ്റ് നടത്തി. ഇതാണ് ഏറ്റവും ബഹുകേമം. പ്രസ് മീറ്റിലാകട്ടെ കോമഡി സിനിമ കണ്ട് അതിന്റെ റിവ്യൂ പറയുന്ന ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു, അതായത് ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം അവിടെ ഇരുന്നത്. വന്നതും കൊള്ളാം, പോയതും കൊള്ളാം, നിന്നതും കൊള്ളാം എന്നൊരവസ്ഥയാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടുത്തെ ഇപ്പോഴത്തെ നിയുക്തമായ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇവർക്കെതിരെ തക്കതായ ശിക്ഷ പ്രഖ്യാപിച്ചു. ഇരട്ട വധശിക്ഷ. അവർക്ക് ഒരിക്കലും ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തില് മണിച്ചിത്ര താഴിട്ട് പൂട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒന്നല്ല, 2 വധശിക്ഷ. എന്നാൽ ഈ 2 വധശിക്ഷ, അതായത് ഇരട്ട വധശിക്ഷ എന്നാൽ എന്താണെന്ന് ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും അല്ലെ? അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. 10 വയസ്സുകാരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിന്റെ വിവരങ്ങൾ അറിയിക്കാനായി എത്തിയ പോലീസുകാരുടെ പേരുകൾ കൂടി നമുക്ക് വെളിപ്പെടുത്താം. ആദ്യത്തേത് വെസ്റ്റ് സോൺ IG RV രമ്യ ഭാരതി, കോയമ്പത്തൂർ റേഞ്ച് DIGP സ്വാമിനാഥൻ, കോയമ്പത്തൂർ SP അല്ലട്ടിപ്പള്ളി പവൻകുമാർ റെഡ്ഡി തുടങ്ങിയവരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെയാണ് ഒരു കോമഡി സിനിമയുടെ ലാഘവത്തോട് സമീപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ റിവ്യൂ പറയുന്ന രീതിയിലാണ് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് എന്തോ കയ്യിൽ ഉപകരണങ്ങൾ കൊണ്ട് ഉല്ലസിച്ച് അതിന്റെ സൗണ്ട് കേട്ട് ആസ്വദിച്ചിട്ടൊക്കെയാണ് ഒരു 10 വയസ്സുകാരി പിഞ്ചുകുട്ടിയുടെ ബലാത്സംഗത്തിന്റെ ഒരു കേസ് വെളിപ്പെടുത്തുന്നത്. ഇത്രയ്ക്ക് മനസാക്ഷി മരവിച്ചവരാണോ ഇവർ? അതോ ഇവരും ആ ഇരട്ട വധശിക്ഷ വിധിച്ചവൻ തമ്മിൽ എന്താണ് വ്യത്യാസം? കാക്കിക്കുള്ളിലെ കള്ളന്മാർ അല്ലെങ്കിൽ കാക്കിക്കുള്ളിലെ നരാധവന്മാർ എന്ന് നമുക്ക് ഇനി വിളിക്കാം. ചിലപ്പോൾ സാഡിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവൃത്തികളെല്ലാം നോർമലി ഉള്ളവരൊന്നും ബിഹേവ് ചെയ്യുന്നതല്ലല്ലോ. ചിലപ്പോൾ സാഡിസ്റ്റ് ആയിരിക്കാം, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് അതിൽ ആർത്തുല്ലസിച്ച് ചിരിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരുണ്ട്. എല്ലാ പോലീസുകാരും നല്ലവന്മാരല്ല എന്ന് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു കാര്യം ജോസഫ് വിജയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വരെ ഇവരിപ്പോൾ നിയുക്തമായ ഏത് ജോലിയാണോ ആ ജോലി എടുത്തിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഒരു അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട്, ഈ 3 പേർക്കും സസ്പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു വാർത്ത സത്യമാണെങ്കിൽ ജോസഫ് വിജയ് ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഏതാനും ചില മാറ്റങ്ങളെല്ലാം തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. കാരണം ഇത്രയും നാളും സ്റ്റാലിൻ ഭരിച്ചു മുടിച്ച ഒരു സ്ഥലമായിരുന്നു തമിഴ്നാട്. പണമുണ്ടെങ്കിൽ എന്തും നടക്കും, എല്ലാ കുറ്റങ്ങളും കാറ്റിൽ പറത്തും. ഇതായിരുന്നു തമിഴ്നാട്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ വിജയുടെ ഈ ഒരു ഭരണമാറ്റം കുറച്ചൊക്കെ അങ്ങനെയുള്ളവർക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിജയുടെ അപ്രോച്ച് എല്ലാം സ്റ്റാലിൻ വളരെയേറെ പേടിക്കുന്നത്. DMKക്ക് കുറച്ചൊന്നല്ല, നല്ല ക്ഷീണം തന്നെ TVക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഈ ഒരു സമീപനം, അതായത് ഇങ്ങനെ ഒരു ലാഘവും ചിരിച്ചു കളിച്ചൊരു സമീപനം കാണിച്ചത് മന്ത്രിയായ S കീർത്തന എന്ന ഒരു സ്ത്രീ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അവരോടും ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്: ഞാൻ ഭരണത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ, അല്ലാതെ വേറൊരു വകുപ്പിനെ പറ്റി, വേറൊരു കാര്യത്തെ പറ്റിയും ചുറ്റും നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ സംസാരിക്കുകയില്ല. എന്നോട് അത് ചോദിക്കുകയും വേണ്ട എന്ന് ചിരിച്ചുകൊണ്ടാണ് അവരും ഉത്തരം പറഞ്ഞത്. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. സ്വന്തം വീട്ടിലെ ഒരു കുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടാണോ മറുപടി പറയുക? നിങ്ങൾക്ക് വിഷമങ്ങളൊന്നും പുറത്തു വരില്ല എങ്കിൽ ഓക്കെ, നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക, അല്ലാതെ ചിരിക്കുകയല്ല വേണ്ടത്. തമിഴ്നാടാണ് ഇത്. കേരളത്തിലും വലിയ വിദൂരമൊന്നുമല്ല. കാരണം ചില സംഭവങ്ങൾ നമ്മുടെ കേരളം തമിഴ്നാടിനെ കടത്തിവെട്ടുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പതിയെ കേരളവും തമിഴ്നാടിന്റെ മോഡൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിദൂരമല്ല. അതങ്ങ് തമിഴ്നാട്ടിലല്ലേ, അതങ്ങ് UP എന്ന് ചോദിക്കുമ്പോൾ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുന്ന മലയാളികളുണ്ട്, പ്രബുദ്ധ മലയാളികളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കേരളത്തിലും വന്നേക്കാം. പക്ഷേ മുട്ടിടിക്കുന്ന ഒരു നിയമം നമ്മുടെ നാടിന്റെ അപര്യാപ്തത തന്നെയാണ്. നമ്മുടെ നാട്ടില് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പീഡനം ഉണ്ടാവുന്നത്? അതിപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഓരോ സെക്കൻഡിലും എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ത്രീകളോ അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളോ ബാല്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ പീഡനത്തിന് ഇരയാകുന്നുണ്ട്. കൊച്ചുകുട്ടികളുടെ വസ്ത്രങ്ങൾ കണ്ടിട്ടാണോ പീഡിപ്പിക്കുന്നത്? വസ്ത്രം ഒരു മാനദണ്ഡമാണെന്ന് പറയുന്നവർ ഇത്രയില്ലാത്ത കുഞ്ഞിനെ കണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന വൈകാരിക നിമിഷങ്ങൾ? ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ വസ്ത്രം ഒരു മാനദണ്ഡമല്ല,
പ്രായം ഒരു മാനദണ്ഡമല്ല. പിന്നെ എന്താണ് മാനദണ്ഡം? ഇത്രയുള്ള ആളുകളുടെ മനോവൈകൃതങ്ങളാണ് മാനദണ്ഡം. ആണുങ്ങളെ പേടിച്ച് പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? അത് അങ്ങനെ ഇരിക്കണോ? ഇതാണോ ഇതിന്റെയൊക്കെ അർത്ഥം? അല്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ മനോവൈകൃതങ്ങൾ ഉള്ളവർ ഇനിയും ഇതുപോലെ കുറ്റങ്ങൾ ചെയ്യാൻ വരുന്നത്? കാരണം ഇവിടെ ഒരു നിയമം, അതായത് പേടിപ്പിക്കുന്ന ഒരു നിയമം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമുക്ക് വേണ്ടതും മുട്ടിടിക്കുന്ന ഒരു നിയമം തന്നെയാണ്. കേരളത്തിൽ സൗമ്യ പീഡന കേസ് ഉണ്ടായിരുന്നു. ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദച്ചാമി സൗമ്യനെ പീഡിപ്പിച്ചു. അതിക്രൂരമായിട്ട് ആ കുട്ടി അനുഭവിച്ച വേദന, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തോട് മല്ലിട്ട നിമിഷങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവളുടെ മാനം നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. ഇപ്പോഴും ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായത്. ആ ട്രെയിനിൽ പോയ ഒരു വ്യക്തികളെങ്കിലും ചങ്ങല വലിച്ചിരുന്നെങ്കിൽ, പ്രതികരിച്ചിരുന്നെങ്കിൽ ആ കുട്ടി അങ്ങനെ മരണപ്പെടുകയില്ലായിരുന്നു. അതിനെ ആസ്പദമാക്കി ഒരു സിനിമ വരെ വന്നതാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന്. കാവ്യ മാധവനും മൈഥിലിയും അഭിനയിച്ച സിനിമ. അത് കണ്ടാൽ അറിയാം. ആ സിനിമയിൽ 2 രീതിയിൽ പറയുന്നുണ്ട്. പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിലും ഉണ്ടാകുന്ന മാനസികാവസ്ഥയും കാര്യങ്ങളും എന്താണെന്നുള്ളത്. ഒന്ന്, മലയാളികൾ ചിന്തിക്കണം. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. പ്രതികരിക്കാൻ പഠിപ്പിക്കണം. കുട്ടികളെ ആണെങ്കിലും, അമ്മമാരെ ആണെങ്കിലും, അച്ഛന്മാരെ ആണെങ്കിലും, വൃദ്ധന്മാരെ ആണെങ്കിലും, ആരെയാണെങ്കിലും. കാരണം ഗോവിന്ദച്ചാമി അന്ന് ജയിലിലിട്ടതാണ്. അന്ന് ചാവാറായ പോലെയാണ് ജയിലിന്റെ കവാടത്തിനുള്ളിൽ കയറിയതെങ്കിൽ പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ സിനിമാ നടൻ ബാലയുടെ അത്രയും ലുക്കിലായി. എന്തുകൊണ്ട്? ഇതാണോ നമ്മുടെ നിയമം അനുശാസിക്കുന്നത്? അത് കഴിഞ്ഞ വർഷം അയാൾ ഒരു ജയിൽ ചാട്ട ശ്രമം നടത്തി. ഒരു കൈയുള്ള ഒരാള് എങ്ങനെയാണ് അശാസ്യമായിട്ടുള്ള അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള കഴിവ് അയാൾക്കൊന്നുമില്ല. സാധാരണ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അയാളെക്കാൾ പൊക്കമുള്ള മതിലാണ് അയാൾ എടുത്ത് ചാടിയത്. ഇതൊക്കെ വിശ്വസിക്കാൻ ആര് വിശ്വസിക്കും? അതും ആരും അറിഞ്ഞില്ല. അത് പുറത്ത് ചാടാനായിട്ട് അദ്ദേഹം ഭക്ഷണത്തിന്റെ ക്രമം കുറച്ചു, ഭയങ്കരമായിട്ട് മെലിഞ്ഞു, അഴിയുടെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോകുന്ന രീതിയിലാക്കി. ഇതെല്ലാം ആരോടാണ് പറയേണ്ടത്? ഇതൊക്കെ ആരാണ് വിശ്വസിക്കുന്നത്? ഇത്രയും പൊട്ടന്മാരും മൂടന്മാരുമാണോ മലയാളികൾ? അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വേണ്ടത് ശക്തമായ നിയമങ്ങളാണ്. ആ നിയമത്തിന്റെ അപര്യാപ്തത കൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയാണെങ്കിലും പുരുഷന്മാർക്കെതിരെയാണെങ്കിലും ലൈംഗിക അതിക്രമം വളരെ കൂടുന്നത്. അതുകൊണ്ട് ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ആളുകൾ പേടിക്കാൻ നമുക്ക് നല്ലൊരു നിയമം വേണം. അതേപോലെ തന്നെ ഇവരുടെ പോലെ തന്നെ മറ്റൊരു മനോവൈകൃതമുള്ളവരാണ് പബ്ലിക് ആയിട്ട് വന്നിട്ട് ഇതെല്ലാം ഒരു നിഷ്പ്രയാസം ചിരിച്ച് ലാഘവത്തോടെ കാണുന്നവരെല്ലാം. ഇവരും പോലീസുകാരായാലും മന്ത്രിമാരായാലും ഗോവിന്ദച്ചാമിമാരായാലും എല്ലാവരും ഒരേ കണക്ക് തന്നെയാണ്, കുറ്റവാളികൾ തന്നെയാണ്. അതുകൊണ്ട് ജോസഫ് വിജയ് തക്കതായിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചിരിച്ചുല്ലസിച്ച് സിനിമ കാണുന്ന ലാഘവത്തോടു കൂടി ഒരു ക്രൈം സെൻസിറ്റീവ് വിഷയം വിശദീകരിക്കാൻ വന്നവർക്ക് തക്കതായ ഒരു ശിക്ഷ അല്ലെങ്കിൽ കടുത്ത ഒരു മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ മന്ത്രി എസ് കീർത്തനയ്ക്കും പണി വരുന്നുണ്ട് എന്ന് പറയാനായിട്ട് തമിഴ്നാട്ടിൽ ഒരു മന്ത്രിയെങ്കിലും ഇപ്പോൾ ഉണ്ട്. കേരളത്തിലോ